സർ, മീരയുടെ കൊലപാതകത്തിന് പിന്നിൽ താങ്കളുടെ മകനാണെന്നുള്ളതിന് തക്കതായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നന്ദനെ കസ്റ്റഡിയിലെടുക്കാനാണ് ഞങ്ങൾ വന്നത്. നന്ദൻ എവിടെ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാ. നന്ദൻ എവിടെ? എങ്ങനെ? എന്റെ മകൻ എവിടെയാണെന്ന്. അവനെ കാണാനില്ല. ഇവിടെ അന്നയാളെ ഞാൻ രക്ഷിക്കാൻ വന്നേ. പിന്നെ ആശുപത്രി പോയിട്ട് വരുമ്പോഴും ഇവിടേക്ക് വരേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. സംശയിച്ച് ഞാൻ ഇവിടേക്ക് മാറിയെന്നേ. എസ്തപ്പൻ ചേട്ടാ, എസ്തപ്പൻ ചേട്ടാ. ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അവനെ ആരൊക്കെയോ ചേർന്ന് അപായപ്പെടുത്തിയിരിക്കുകയാണെന്ന് ഞാൻ സംശയിക്കുക. അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൗരനെ സംരക്ഷിക്കാൻ കഴിയാത്ത പോലീസ് വകുപ്പും ഉത്തരവാദിയാവും. എല്ലാവരും കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അങ്ങയുടെ മാനസിക നിലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അതാണ്. മാഡം, ഏയ്, ഞാൻ പറയാം. എന്റെ മാനസിക നില തെറ്റാൻ പോകുന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എന്റെ മകനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് IG ആയാലും IPS ആയാലും ഉത്തരം പറയേണ്ടി വരും. മാഡം, നന്ദനെ കാണാനില്ല. ഇതന്നെയല്ലേ നിങ്ങളുടെ ഭർത്താവും പറഞ്ഞത്? സാറെന്താ ആളെ കളിയാക്കാണോ? മോനെ കാണാനില്ല എന്ന് പറഞ്ഞ ഉടനെ ഞാനതങ്ങ് വിശ്വസിക്കുമെന്ന് കരുതിയോ? കാണുന്നില്ല എന്നല്ല പറഞ്ഞത്, അവനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഇന്ന് രാവിലെ 5:30 നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു മാൻ മിസ്സിങ്ങിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? കഷ്ടം. ഈ കുപ്പായോട്ട് നടന്നിട്ടും നാട്ടിലെ അക്രമങ്ങൾ അറിയുന്നില്ലല്ലേ? ഹലോ, നോർത്ത് പോലീസ് സ്റ്റേഷൻ. ഹലോ, ഞാൻ വസുന്ധരയാണ്. വസുന്ധര IPS. മാഡം, ഞാൻ SHO ആണ്, പരമേശ്വരൻ. നമുക്ക് ഇന്ന് രാവിലെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ? ഒരു മാൻ മിസ്സിംഗ്. മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ്. അതെ മാഡം, അതിരാവിലെ പരാതി കിട്ടി. ഇതൊരു FIR ഇട്ടിട്ടില്ല. മാഡത്തെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുവാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ അന്വേഷണ നടപടികളിലേക്ക് കടക്കുകയാണ് മാഡം. FIR ഇടട്ടെ മാഡം? ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ മാഡം. രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കള്ളം പറയാണെന്ന് കരുതിയല്ലേ സ്റ്റേഷനിൽ വിളിച്ചത്? ഇപ്പൊ വിശ്വാസമായില്ലേ? എന്തായാലും പോലീസിന്റെ മികവ് കൊള്ളാം. പരാതി കിട്ടിയിട്ടും FIR ഇട്ടിട്ടില്ല. നേരത്തെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി രാഹുകാലവും നോക്കിയിരിക്കുക. അല്ല, നിങ്ങളെപ്പോലുള്ളവരല്ലേ തലപ്പത്ത്. അപ്പൊ പിന്നെ പോലീസിൽ മന്ദത വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. പരാതികൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തൊപ്പി ഊരി വെച്ച് സ്ഥാനം ഒഴിയണം മാഡം. കൊള്ളാം. രാഷ്ട്രീയ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
മകനെ ബുദ്ധിപൂർവ്വം എവിടെയോ മാറ്റി. എന്നിട്ട് അന്വേഷണം വരുന്നതിന് മുൻപേ തന്നെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് പ്രതിയെ വാദിയാക്കാൻ നോക്കുന്നു. കുറ്റം മുഴുവനോ പോലീസിനും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.